ലോകത്തിൽ ഏറ്റവും സേഫായ ജീവി ഏതാണെന്ന് അറിയാമോ? അത് ലേഡി ബഗ് ആണ്. ഇവ വലിപ്പം കുറഞ്ഞവയായതുകൊണ്ട് നാവിൽ തന്നെ പറ്റിപ്പിടിച്ചു നിൽക്കും. ഓന്തുൾപ്പെടെയുള്ള ജീവികൾക്ക് ഇവയെ വിഴുങ്ങുവാൻ കഴിയില്ല. കൂടാതെ അപകടം തിരിച്ചറിഞ്ഞാൽ ഇവ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം നിർമ്മിക്കും. കഴിക്കുന്ന ജീവിയുടെ നാവിൽ കയ്പും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ദ്രാവകം. മറ്റൊരു പ്രത്യേകത ഇവയുടെ മിന്നുന്ന ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറത്തെ ഒരു അപകട സൂചനയായി കണ്ട് പല ജീവികളും കൊല്ലാതെ ഒഴിവാക്കുകയാണ് ചെയ്യുക. അങ്ങനെ എല്ലാം കൊണ്ടും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജീവികളിലൊന്നാണ് ലേഡി ബഗ്. ഈ സുരക്ഷയെ അതിജീവനത്തിന് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഒരു ജീവിയുണ്ട്, ഡൈനോകാമ്പസ് കോസിനെല്ല എന്ന കടന്നൽ. വെറും 3 മില്ലിമീറ്റർ മാത്രം നീളമുള്ള ചെറിയ കടന്നൽ. ഇവ മുട്ടയിടുക ലേഡി ബഗിന്റെ ശരീരത്തിലാണ്. ലേഡി ബഗിനെ പിന്തുടർന്ന് കടന്നൽ തന്റെ സ്റ്റിങ് വെച്ച് ലേഡി ബഗിനെ ആക്രമിക്കും. അതിലൂടെ മുട്ടയുടെ കൂടെ ആയിരക്കണക്കിന് വൈറസും ശരീരത്തിൽ കടന്നു കയറും. ഈ വൈറസുകൾക്ക് ഒരു ജോലിയുണ്ട്: ലേഡി ബഗിനെ അനുസരണയുള്ള ഒരു സോംബിയാക്കി മാറ്റുക. ഈ വൈറസ് ലേഡി ബഗിന്റെ നാഡീകോശങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെ നിന്നും പെരുകും. വൈറസ് അവയുടെ നാഡീവ്യവസ്ഥ തകരാറിലാക്കി ബ്രെയിനിൽ നിന്നുള്ള ആജ്ഞകളെ അനുസരിക്കാതെ ആക്കും. എന്നാൽ തലച്ചോറിൽ നിന്നും മറ്റവയവങ്ങൾക്കുള്ള സന്ദേശങ്ങളെ ഇവ ബാധിക്കുന്നില്ല എന്നോർക്കണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഹൃദയമിടിപ്പും ശ്വസനവും തടസ്സമില്ലാതെ തുടരുകയും ലേഡി ബഗ് ജീവൻ പോകാതെ നിലനിൽക്കുകയും ചെയ്യും. എങ്കിലും നാഡിയുടെ നിയന്ത്രണം വൈറസ് ഏറ്റെടുത്തത് കൊണ്ട് ലേഡി ബഗിന് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങുവാൻ സാധിക്കില്ല. ഈ സമയം മുട്ടയിൽ നിന്ന് പുറത്തു വന്ന ലാർവ ലേഡി ബഗിന്റെ കോശങ്ങളെ തിന്നു തുടങ്ങും. ലാർവ തന്റെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമുള്ള ഊർജത്തെ കണ്ടെത്തുക ഇങ്ങനെയാണ്. ശേഷം ലേഡി ബഗിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന ലാർവ തന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന വല കൊണ്ട് ഇവയുടെ കാലുകളുടെ ഇടയിൽ കൂടുകെട്ടും. ഈ കൂട്ടിൽ ഉറങ്ങിക്കിടന്ന് ലാർവ തന്റെ അടുത്ത സ്റ്റേജായ കൊക്കൂണായി മാറും. ഈ സമയം കൊക്കൂൺ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഉറുമ്പുൾപ്പെടെയുള്ള ജീവികൾ ഇവയെ ഭക്ഷിക്കുവാൻ വരും. ഇവിടെയാണ് ശരീരത്തിൽ കിടന്ന വൈറസ് തന്റെ അടുത്ത കളി തുടങ്ങുക: കൊക്കൂണിനെ കൊല്ലുവാൻ വരുന്ന ജീവികളെ പേടിപ്പിച്ച് അകറ്റി നിർത്തുക. മറ്റൊരു ജീവി തന്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ ശരീരം മുഴുവൻ ഇളക്കിയും ചിറക് വിടർത്തിയും കൊല്ലുവാൻ വരുന്ന ജീവികളെ പേടിപ്പിച്ച് അകറ്റി നിർത്തും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കൊക്കൂൺ കൂട്ടിൽ നിന്നും കടന്നൽ പുറത്തു വരും. അവ അവിടെ നിന്നും പറന്നു പോവുകയും ചെയ്യും. തുടർന്ന് ദിവസങ്ങൾ കൊണ്ട് ലേഡി ബഗ് മരിക്കും. അതേതായാലും നല്ലതാണ്. കാരണം ഒരു ജീവിയാലും കൊല്ലപ്പെടാതെ വളർന്ന് പന്തലിച്ച് ആവാസ മേഖലയ്ക്ക് ഭീഷണിയാവുന്ന ലേഡി ബഗിന്റെ വളർച്ചയെ നിയന്ത്രിക്കുവാനും ഭൂമിയിൽ ആരെങ്കിലും വേണമല്ലോ.